ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് മൈസൂർ തന്നെയാണുള്ളത്. മൈസൂരിൻ്റെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മൈസൂർ പാലസ്. അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ആൾ പോയിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്, കൊച്ചുകുട്ടികൾക്ക് 50 രൂപ. അഥവാ ഇനി സ്റ്റഡി ടൂർ കോളേജ് അതിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അകത്തോട്ട് പോയി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. മൈസൂർ പാലസിൻ്റെ എൻട്രിയിലാണുള്ളത്. ഇതാണ് ഒരു മെയിൻ എൻട്രി എന്ന് പറയുന്നത്. ടിക്കറ്റ് കൗണ്ടർ ആ സൈഡിലാണ് വരുന്നത്. ടിക്കറ്റ് ഇടുക 600 രൂപ. 6 പേർക്ക് 100 രൂപ വെച്ചിട്ട്. ഗൂഗിൾ പേ ഇല്ല? ഇല്ലേ, ഗൂഗിൾ പേ ഇല്ല, ലിക്വിഡ് ക്യാഷ് തന്നെ കൊടുക്കണം. ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ്. നമ്മൾ 6 പേരുണ്ട്, 600 രൂപ കൊടുത്തിട്ടുണ്ട്. കുട്ടിയൊക്കെ എടുത്തിട്ടില്ലല്ലോ? കുട്ടിയൊക്കെ എടുത്തിട്ടില്ല. 5 വയസ്സിന് താഴെയുള്ളവർക്ക് എടുക്കണ്ട. ಇದಕ್ಕೆ ಮೈಸೂರು ಅರಮನೆ ಮಂಡಳಿಯು ಜವಾಬ್ದಾರಿಯಾಗಿರುತ್ತಿದ್ದಾರೆ. ಗಮನಿಸಿ, ತಮ್ಮ ಅಮೂಲ್ಯ ಸೇವೆಗೆ ನಾಗರಿಕರಾಗಿದ್ದು ಮೈಸೂರು ಅರಮನೆ ಮಂಡಳಿಯು ಜವಾಬ್ದಾರಿಯಾಗಿರುವುದಿಲ್ಲ. ಪ್ರತಿ ಭಾನುವಾರ ಸಾಮೂಹಿಕ ರಜೆ. ടിക്കറ്റ് എടുത്ത് അവരുടെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതായത് പിന്നെ ഇവിടെ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. പാലസിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ ക്യാമറ മാത്രമേ ഉപയോഗിക്കാൻ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ DSLR, നമ്മുടെ ആക്ഷൻ ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പാലസിനകത്തേക്ക്, അതായത് ആ പാലസിൻ്റെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് കയറുമ്പോഴാണ് ക്യാമറാസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തത്. മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എന്തുവേണോ ചെയ്യാം. പക്ഷേ നമ്മുടെ ക്യാമറകളെക്കാളും ക്വാളിറ്റിയുള്ള, വീഡിയോ സൂമിംഗ് ഉള്ള, അത്രയും ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊബൈലുകൾ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം എന്തിനാണ് വച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അകത്തേക്ക് കയറുമ്പോഴത്തേന് നമ്മുടെ ക്യാമറ എല്ലാം പൂട്ടിക്കെട്ടി ബാഗിൽ വെക്കേണ്ട അവസ്ഥയാണ്. മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ മൈസൂർ പാലസിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ പീരങ്കികളാണ് ഇവിടെ ഉള്ളത്. പീരങ്കി വച്ചിരിക്കുന്ന വണ്ടികളാണുള്ളത്. ഈ മൈസൂർ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് മൈസൂർ പാലസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന എല്ലാവരും മൈസൂർ പാലസ് കണ്ടിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ ഏത് സീസണിൽ വന്നാലും ഭയങ്കര തിരക്കാണ്. ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. ഒരിടത്തും നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റാത്ത അത്രയും അവസ്ഥയിലുള്ള തിരക്കാണ്. അപ്പോൾ ഞാനും വിജയേഷനും തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് മൈസൂർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ മൈസൂർ പാലസിൽ വന്നായിരുന്നു, ഇപ്പോഴും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വരുന്നത് അങ്ങനെയാണ്. മൈസൂർ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് ഈ വാടിയാർ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ഒരു ഔദ്യോഗിക വസതിയായിരുന്നു. ഇവരാദ്യമായിട്ടൊരു കൊട്ടാരം പണിയുന്നത് തന്നെ 14ാം നൂറ്റാണ്ടിലായിരുന്നു. പക്ഷേ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഒരു കൊട്ടാരം നിർമ്മാണം തുടങ്ങി 1897 അത് കംപ്ലീറ്റ് ആയത് 1912. ഇത് എന്ന് പറയുന്നത് രാജകുടുംബത്തിലെ ആൾക്കാരുടെ ഫോട്ടോ ആണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട്, 2 സൈഡിലായിട്ട് നിറയെ ഉണ്ട്. അതിൻ്റെ താഴെ
അവരാരൊക്കെയായിരുന്നു, അവരുടെ പേര് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിൽ ഒരുപാട് ഇതുപോലത്തെ ഡോറുകളുണ്ട്. അതൊക്കെ ക്ലോസ്ഡ് ആണ്. അതിനകത്ത് എന്താണെന്ന് അറിയില്ല, പൂട്ടിയിട്ടേക്കുന്നുണ്ട്. പബ്ലിക് എൻട്രി അലൗഡല്ല. ഈ സൈഡിൽ അതുപോലെ 2-3 ഡോറുകളുണ്ട്. അതുപോലെ നമ്മൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു നടുമുറ്റം പോലെയുള്ളൊരു സംഭവം. അവിടെ നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. എല്ലായിടത്തും വലയിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പഴയകാലത്തെ കൊട്ടാരത്തിലെ ലിഫ്റ്റാണ്. ഇതുപോലൊരു ലിഫ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് കവടിയാർ പാലസിലുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് എൻട്രി അലൗഡല്ല. അവർ ഓൾറെഡി രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിനകത്ത് നമുക്ക് പബ്ലിക്കിന് എൻട്രി ഇല്ല. ഇതുപോലൊരു ലിഫ്റ്റ് അതിനകത്ത് അവരുടെ ചില വീഡിയോസിൽ, അതായത് ന്യൂസ് വലിയ വലിയ ന്യൂസ് ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തുമ്പോൾ അതിനകത്തുള്ള ലിഫ്റ്റ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിൽവറിലുണ്ടാക്കിയ ചെയറുകളാണ് ഇതൊക്കെ. ഒറിജിനൽ ആനക്കൊമ്പാണ് ഈ ചെയ്തിരിക്കുന്നത്. പുലിയുടെ രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം ചെയ്തിരിക്കുന്നത്, ഒരെണ്ണമല്ല 2 ചെയ്തിരിക്കുന്നത് ഒറ്റ കല്ലിൽ ചെയ്തിരിക്കുന്നതാണ്. പണ്ടത്തെ കാലത്ത് ഒരു മിഷനറീസും ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് മാൻ പവർ ഉപയോഗിച്ച് മാത്രം ഇതെങ്ങനെ ചെയ്തെടുത്തെന്ന് എങ്ങനെയായിരിക്കും അല്ലേ? എന്തുമാത്രം കഴിവുള്ള ഒരു ആളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഈ കല്ല് ഫുള്ള് ഇത് കൊത്തി എടുക്കണമെങ്കിൽ എത്ര നാൾ തന്നെ എടുത്തിട്ടുണ്ടാകും. ഫുള്ളായിട്ട് മാൻ പവർ ആയിരിക്കും. എന്തായാലും മിഷനറീസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ഭയങ്കര തിരക്കാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ട്. ആ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് നമ്മുടെ വീഡിയോ എടുക്കുന്നതിനെ കുറച്ച് സാരമായി ബാധിക്കുന്നുണ്ട്. അത് കുറച്ച് വീഡിയോയിൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഇത് ഫുള്ള് ഗോൾഡിൽ ചെയ്തിരിക്കുന്ന ഒരു സിംഹാസനമാണ്. ഫുള്ള് ഗോൾഡാണ്. ഏകദേശം 750 കിലോ ആണ് ഇതിൻ്റെ ഭാരം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഗോൾഡ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് മാർബിളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. ഒരു സ്റ്റാൻഡ് പോലത്തെ. നമ്മൾ താഴേന്ന് കണ്ട ലിഫ്റ്റിൻ്റെ 2ാമത്തെ ഫ്ലോറാണിത്. ദർബാർ ലിഫ്റ്റ്.
പാലസെല്ലാം കണ്ടു. അതിനകത്തുനിന്ന് എക്സിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എക്സിറ്റ്. നമ്മൾ തിരിച്ച് നേരത്തെ ചെരുപ്പ് കൊടുത്തില്ലേ ആ സ്ഥലത്തെടുത്ത്. ചെരുപ്പ് അകത്തോട്ട് അലോഡല്ല. അപ്പോൾ ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊടുത്തിട്ടാണ് അകത്തോട്ട് കയറിയത്. തിരിച്ച് വീണ്ടും നമ്മൾ തിരിച്ച് ഫുള്ള് കറങ്ങി ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ മൈസൂർ പാലസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മൈസൂർ പാലസിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് നമ്മൾ മൈസൂരിൽ തന്നെ ഉണ്ട്, വിട്ടു പോകുന്നില്ല. ഇവിടെയും ഇനിയും കുറച്ച് സ്ഥലങ്ങളിവിടെ കാണാൻ ബാക്കിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ.